വെള്ളപ്പൊക്കം ഉണ്ടാവുകയാണെങ്കിൽ ഇതും അതിനൊരു കാരണമാണ് കേട്ടോ. ഓക്കെ, അതായത് ഡ്രൈനേജ് വാട്ടർ സിസ്റ്റം എന്ന് പറയുന്നത് ബ്ലോക്കായിട്ടാണ് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ ഇതും അതിനൊരു കാരണമാണ്. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ മാസം 26-ാം തീയതി, ഇപ്പോൾ ഒരു മാസമായി കേട്ടോ, നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്തിട്ട് വാട്ടർ അതോറിറ്റി, റോഷി അഗസ്റ്റിൻ മിനിസ്റ്റർ ആയിട്ടിരിക്കുന്ന വാട്ടർ അതോറിറ്റിയിൽ വിളിച്ച് കംപ്ലയിൻറ്റ് ചെയ്തിട്ട് ഇപ്പോഴും ആ ബ്ലോക്കോ കാര്യങ്ങളോ റിലീസ് ചെയ്യാനായിട്ട്, ആ ബ്ലോക്ക് പരിഹരിക്കാനായിട്ട് ഇതുവരെ അവരുടെ ആൾക്കാർ വന്നിട്ടില്ല. അപ്പോൾ 1916 എന്ന് പറയുന്ന കസ്റ്റമർ കെയർ സർവീസ് എന്ന് പറയുന്നത് എമർജൻസി സർവീസിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു കസ്റ്റമർ കെയർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളടത്ത് അതിനൊരു മിനിസ്റ്റർ ഉണ്ട്, അതിൻ്റെ കീഴെ എംപ്ലോയീസ് ഉണ്ട്. ഈ എംപ്ലോയീസും കാര്യങ്ങളും അപ്പുറത്തേക്ക് ഈ മിനിസ്റ്ററിൻ്റെ കീഴിൽ ഓരോ ജില്ലയിലും മേയർ അടിസ്ഥാനത്തിൽ കോർപ്പറേഷനുകളും മുനിസിപ്പൽ കോർപ്പറേഷനുകളും PWD ഒക്കെ ഉണ്ട്. അതിലും വാട്ടർ അതോറിറ്റി ഉണ്ട്. ഡ്രൈനേജ് വാട്ടർ സിസ്റ്റം എന്ന് പറയുമ്പോൾ അവർ കംപ്ലൈൻറ്റ് എടുക്കാൻ തയ്യാറായിരുന്നില്ല. ഓക്കെ, പക്ഷേ വാട്ടർ അതോറിറ്റിയുടെ സെക്ഷനാണെന്ന് നമ്മൾ ബോധിപ്പിച്ചിട്ട് വേണം അവർക്ക് കംപ്ലൈൻറ്റ് എടുക്കാനായിട്ട്. എന്നിട്ട് 30 ദിവസം കഴിഞ്ഞിട്ട് എമർജൻസി സർവീസ് ആയിട്ടുള്ള 1916 എന്ന് പറയുന്ന വാട്ടർ അതോറിറ്റിയുടെ 30 ദിവസം കഴിഞ്ഞിട്ടും ഈ ബ്ലോക്ക് റിലീസായിട്ടില്ല. ഇവിടെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു മന്ത്രിനെ വിജയിപ്പിച്ചിട്ടുള്ളത്? അദ്ദേഹത്തിൻ്റെ കീഴിൽ ഗവൺമെൻറ് അതോറിറ്റീസ് എന്തിനാണ് കൊടുത്തിട്ടുള്ളത്? മാസം മാസം നമ്മളുടെ ടാക്സിൽ ഇവരൊക്കെ തീറ്റി പോറ്റുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചുകൊണ്ട്